പാവിത്രത്തിൻ്റെ അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം നാട്ടിലെ ഉത്സവത്തിന് പോവാൻ റെഡിയായി പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ നേരം അങ്ങോട്ടേക്ക് കൺമണി കയറി വരുന്നുണ്ട്. എങ്ങോട്ടാ വിക്രം പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഞാൻ നാട്ടിലേക്കാണ്, 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വരൂ. ഇത് കേട്ടതും കൺമണി പറയുന്നുണ്ട്, അല്ല എന്താ വിക്രം നാട്ടിൽ വിശേഷിച്ച്, ഇപ്പോൾ നീ പോകുന്നതും വരുന്നതുമൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അത് കൺമണി, നാട്ടിൽ ഉത്സവം നടക്കുന്നുണ്ട്, അത് കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അല്ല ഈ പോകുന്നതും വരുന്നതൊക്കെ നിന്നോട് പറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. അതെന്താ വിക്രം, ഞാൻ നിൻ്റെ ആരുമല്ലേ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? എന്തായാലും നീ അവിടെ നിൽക്ക്, ഒരു 5 മിനിറ്റ്, ഞാൻ എൻ്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് വരാം. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, പെട്ടി പാക്ക് ചെയ്ത് വരാമെന്നോ? എന്തിന്, നീ എന്തിനാ വരുന്നത്? അല്ല എനിക്ക് നിന്നോടൊപ്പം വന്നാൽ ഉത്സവം കാണാമല്ലോ. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, എന്നോടൊപ്പം ആരും വരേണ്ടതില്ല. ഇത് കേട്ടതും രാജേട്ടൻ പറയുന്നുണ്ട്, കൺമണി എന്തിനാ നീ പോണമെന്ന് വാശി പിടിക്കുന്നത്? ദേ ഞങ്ങൾ തന്നെ അവനോടൊപ്പം ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങോട്ടേക്കെങ്കിലും അവൻ ഇറങ്ങുന്ന നേരം നീ പോകുന്നു എന്ന് പറഞ്ഞ് മുന്നേ ഇറങ്ങുന്ന നിൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. അതെന്താ വിക്രം, ഞാൻ വന്നാൽ എന്താ കുഴപ്പമെന്ന് കൺമണി വീണ്ടും ചോദിക്കുന്നുണ്ട്. ഉടനെ വിക്രം പറയുന്നുണ്ട്, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ഒരു ഒറ്റപ്പെട്ട മനുഷ്യനാണ്, എന്നോടൊപ്പം ആരും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഓരോരുത്തർക്കും അവരുടേതായ ജീവിതങ്ങളുണ്ട്, അത് അവർ സ്വയം ജീവിച്ച് തീർക്കുക. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആദ്യം നീയത് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ വിക്രമിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കൺമണി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നോ? എന്താ വിക്രം ഇങ്ങനെയൊക്കെ പറയുന്നത്? അതേ കൺമണി, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല, നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ് വിക്രം പെട്ടെന്ന് ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കൺമണിക്കാണെങ്കിൽ വിക്രമിൻ്റെ ഈ സംസാരമൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വളരെ ദേഷ്യത്തോടു കൂടി വിക്രം പോകുന്ന സ്ഥലത്തേക്ക് നോക്കി നിൽക്കുകയാണ് കൺമണി. നാട്ടിലെ ഉത്സവത്തിനായി വേദ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പദൂരം പോയതും പെട്ടെന്ന് കാർ സ്റ്റക്ക് ആവുന്നുണ്ട്. ഡ്രൈവർ ഇറങ്ങി നോക്കുന്ന സമയത്ത് വേദയോട് പറയുന്നുണ്ട്, മാഡം കാറിന് എന്തോ കുഴപ്പമുണ്ട്, പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മാഡം വേറൊരു കാറിൽ പോവാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ വേദ പറയുന്നുണ്ട്, ശരി പെട്ടെന്ന് അറേഞ്ച് ചെയ്തു തരണം, എനിക്കല്പം തിരക്കുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും ഡ്രൈവർ ചുറ്റുപാടും നോക്കുന്ന സമയത്ത് തൻ്റെ കമ്പനിയുടെ തന്നെ ഒരു കാർ അപ്പുറത്ത് സൈഡായി റോഡിന് സൈഡിൽ നിൽക്കുന്നത് കാണുന്നുണ്ട്. ശരി മാം, നമ്മുടെ തന്നെ കമ്പനിയുടെ ഒരു കാറാണ് നിൽക്കുന്നത്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് മുറിച്ച് അപ്പുറത്തേക്ക് കടക്കുന്നുണ്ട് ഡ്രൈവർ. അങ്ങനെ ആ കാറിൻ്റെ ഡ്രൈവറുമായി സംസാരിക്കുകയാണ്. തൻ്റെ കാറിൽ ഒരു കളക്ടർ മാഡം ഉണ്ടെന്നും ആ വ്യക്തിക്ക് കാർ കേടുവന്നത് കൊണ്ട് തന്നെ പോവാൻ ഒരു നിവൃത്തിയില്ലെന്നും ഈ കാറിൽ പോവാമോ എന്ന് കൊണ്ടുവിടാമോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കാറിൽ ആളുണ്ട്, ആളങ്ങ് ചായ കുടിക്കാൻ വേണ്ടി അപ്പുറത്തെ ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്, അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവരെ കൂടി ഒപ്പം കൊണ്ടുപോകാം, എന്തായാലും 2 പേർക്കും ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് പോകാനുള്ളത്, നിങ്ങൾ പറയുന്ന സ്ഥിതിക്ക് എന്ന് പറയുന്നു. അങ്ങനെ ആ ഡ്രൈവർ ആ ഷോപ്പിലേക്ക് പോവാണ്. എന്നാൽ ആ ഷോപ്പിൽ നിൽക്കുന്ന നമ്മുടെ വിക്രമായിരിക്കും. അങ്ങനെ ഡ്രൈവർ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, സർ നമ്മുടെ കമ്പനി കാറിൽ ഒരു പാസഞ്ചർ ഉണ്ടായിരുന്നു, അവർക്കും നിങ്ങൾക്കും ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് പോവേണ്ടത്, എന്നാൽ അവരുടെ കാർ എന്തോ കുഴപ്പം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശരിയാക്കാനും പറ്റത്തില്ല, നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയിൽ അവരെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുകയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വിളിച്ചോളൂ എന്നൊക്കെ വിക്രമും പറയുന്നുണ്ട്. അങ്ങനെ വേദ തൻ്റെ കാറിൽ നിന്നും ബാഗെല്ലാം എടുത്ത് ഈ കാറിലേക്ക് കയറുകയാണ്. എന്നാൽ കാറിൽ ഇരിക്കുന്നത് വേദയാണെന്ന് വിക്രം കണ്ടിട്ടില്ല. പെട്ടെന്ന് ചായ കുടിച്ച് ക്യാഷെല്ലാം കൊടുത്ത് കാറിലേക്ക് കയറുന്നുണ്ട്. കാറിലേക്ക് കയറാൻ നേരമാണ് കാറിലിരിക്കുന്ന നമ്മുടെ വേദയെ വിക്രം കാണുന്നത്. വിക്രമിന് ഒത്തിരി സന്തോഷമാവുകയാണ്. വിക്രം ഒരിക്കലും വിചാരിച്ചിട്ടില്ല തനിക്കും വേദയ്ക്കും ഒരേ വാഹനത്തിൽ നാട്ടിലെ ഉത്സവത്തിന് പങ്കെടുക്കാൻ കഴിയും, ഒരേ വാഹനത്തിൽ പോവാൻ പറ്റുമെന്നൊന്നും വിക്രം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പെട്ടെന്ന് വേദയെ കണ്ടതും ഒരുപാട് സന്തോഷത്തോടു കൂടി ഡോറങ്ങ് തുറക്കുകയാണ്. ഡോറ് തുറന്നതും ഞെട്ടി വേദ പുറത്തേക്ക് നോക്കുന്നുണ്ട്. വിക്രമിനെ കണ്ടതും വേദ ഞെട്ടുന്നുണ്ട്. എന്താ താൻ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, ഓഹോ, ഞാൻ വിളിച്ച കാറിൽ കയറിയിരുന്ന് ഞാൻ എന്താ ഇവിടെ എന്നാണോ നീ ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങ് നീങ്ങിയിരിക്കെ, ഞാൻ വിളിച്ച കാറാണെന്ന് പറയുന്നു. അപ്പോഴാണ് വേദയ്ക്ക് മനസ്സിലാവുന്നത് വിക്രം വിളിച്ച വണ്ടിയാണെന്നും താനിതിൽ പോവാനായി സമ്മതിച്ചിരിക്കുന്നത് വിക്രമാണെന്നും വേദയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അങ്ങ് നീങ്ങിയിരിക്കുന്നുണ്ട് വേദ. അങ്ങനെ വേദയുടെ തൊട്ട് ഇപ്പുറത്ത് തന്നെ കാറിൽ കയറിയിരിക്കുന്നുണ്ട് നമ്മുടെ വിക്രം.
ഇടയ്ക്കിടയ്ക്ക് വേദയും വിക്രമും പരസ്പരം നോക്കുന്നുണ്ട്. എന്നാൽ വിക്രം ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. അതാണ് ഒട്ടും വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. വേദ പറയുന്നുണ്ട്, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, നീയൊന്നും മിണ്ടാതിരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ കുറച്ചു നേരം വിക്രം മിണ്ടാതിരിക്കും. വീണ്ടും പാട്ട് തുടങ്ങും. ഈ പാട്ട് വേദയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല. എങ്ങനെയൊക്കെയോ അല്പദൂരം വാഹനം പോകുന്ന സമയത്ത് വേദ ക്ഷമിച്ചിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതും ഡ്രൈവറോട് വേദ പറയുന്നുണ്ട്, സാർ ഒന്ന് വണ്ടി നിർത്തണം എന്ന് പറയുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തുന്നുണ്ട്. ഉടനെ തന്നെ വേദ ഡ്രൈവറോട് പറയുന്നുണ്ട്, എനിക്ക് ഇയാളോടൊപ്പം സഞ്ചരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ നിങ്ങൾക്ക് കാശ് തന്നോളാം. ഇയാളെ ഈ വണ്ടിയിൽ നിന്നും ഇറക്കി വിട്, വല്ല ബസ്സിനൊക്കെ വന്നോളും എന്ന് പറയാണ്. ഉടനെ തന്നെ കാലുമേൽ കയറ്റി വെച്ച് വിക്രം പറയുന്നുണ്ട്, ഓഹോ താൻ എന്നെ ഇറക്കി വിടുമോ? താനെ 3000 രൂപ അഡ്വാൻസ് തന്നിട്ട് ഞാനാണ് തന്നെ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ മാഡം ഇടയിൽ വെച്ച് കയറി, എന്നിട്ട് എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടുമെന്നാണോ താൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ ആകെ കൺഫ്യൂഷനിലാവുന്നുണ്ട്. തൊട്ടിപ്പുറത്തിരിക്കുന്നത് ഒരു കളക്ടറാണെന്നും ഡ്രൈവർക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാവുന്നുണ്ട് ഡ്രൈവർ. മാഡം പ്ലീസ് മാഡം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ് ഡ്രൈവർ. ഡ്രൈവറിൻ്റെ ദയനീയാവസ്ഥ കണ്ട് വേദ സമ്മതിക്കുന്നുണ്ട്. ശരി, എന്തായാലും എനിക്ക് ബാക്കിലിരുന്ന് ഇരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഫ്രണ്ടിൽ കയറി ഇരിക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡോറ് തുറന്ന് വേദ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് കണ്ടതും വിക്രമിന് ആകെ ടെൻഷനായി. വേദ ഇനി ഫ്രണ്ട് സീറ്റിലാണല്ലോ ഇരിക്കുക, ബാക്കിൽ തനിച്ചിരിക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയായി. അങ്ങനെ വേദ ഫ്രണ്ടിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ തലയിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ആകെ ഞാൻ കുറച്ച് ഓവറായി എന്നാണ് തോന്നുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം. എന്നാൽ വേദ ജയിച്ച മട്ടിൽ തിരിഞ്ഞ് വിക്രമിനെ നോക്കുകയാണ്. ഞാൻ വിക്രമിനെ തോൽപ്പിച്ചുവല്ലോ എന്നുള്ളൊരു ചിന്തയിൽ. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞതും വേറൊരു വാഹനം ഇവരുടെ കാറിൽ തട്ടാനായി വരുന്നു. തട്ടുമ്പോഴേക്കും പെട്ടെന്ന് ഡ്രൈവർ വണ്ടി അങ്ങ് സൈഡിലേക്ക് തിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവരെല്ലാം അങ്ങ് വീഴാൻ പോകുന്നുണ്ട്. ഉടനെ വിക്രം പറയുന്നുണ്ട്, എന്താ ഡ്രൈവർ ഇത്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഉടനെ തന്നെ ഡ്രൈവർ പറയുന്നുണ്ട്, അത് സാർ സോറി സാർ, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി സാർ, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നു. ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, ദേഷ്യം അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താണോ താൻ നോക്കാതെയാണോ ഡ്രൈവിംഗ് ചെയ്യുന്നത്? ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, അദ്ദേഹം നല്ല ശ്രദ്ധിച്ച് തന്നെയാണ് വാഹനം ഓടിക്കുന്നത്, താനൊന്നും മിണ്ടാതിരിക്കേ എന്ന് വിക്രമിനോട് പറയുന്നുണ്ട്. എന്നാൽ വിക്രം ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, എടോ ഞാൻ ആരാണെന്ന് തനിക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, എനിക്കറിയാം സാർ, വിക്രം സാറല്ലേ, എനിക്കറിയാം. ശരി, എന്നാൽ താൻ വണ്ടി അങ്ങ് സൈഡിലേക്ക് ഒതുക്കിയിട് എന്ന് പറയുന്നു. വേണ്ട സാർ വേണ്ട, വണ്ടി നിർത്തരുത് എന്ന് വേദ പറയുന്നുണ്ട്. എന്നാൽ വിക്രം പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഡ്രൈവർക്ക് കഴിയുന്നില്ല. ഡ്രൈവർ പെട്ടെന്ന് തന്നെ വണ്ടി അങ്ങ് സൈഡിലേക്ക് ഒതുക്കിയിടുന്നുണ്ട്. അങ്ങനെ വിക്രം താഴേക്ക് ഇറങ്ങി ഡ്രൈവറോട് പറയുന്നുണ്ട്, താൻ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി, എന്നിട്ട് ബാക്കിലിരിക്ക്, ഞാൻ തനിക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട് ഡ്രൈവർക്ക് ഒന്നും തന്നെ മിണ്ടാൻ കഴിയുന്നില്ല. ബാക്ക് സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. വിക്രം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരിക്കുന്നത് കണ്ട് വേദ ആകെ ടെൻഷനിലായി തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ വിക്രം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് പാട്ടൊക്കെ പാടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുവാണ്. കുറച്ച് സമയം കഴിഞ്ഞതും വിക്രം പാട്ടൊക്കെ പാടി പെട്ടെന്ന് വേദയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ടൈം എത്രയായി ഒന്ന് നോക്ക് എന്ന് പറയുവാണ്. പെട്ടെന്ന് വേദ കൈ അങ്ങ് പിറകോട്ട് വലിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല താൻ എന്താ ഈ ചെയ്യുന്നത്, എന്താ താൻ ഈ കാണിക്കുന്നത്, തനിക്ക് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല അതിന് ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ, ടൈം എത്രയായി എന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ എന്ന് വിക്രം പറയുന്നു. താൻ വണ്ടി നിർത്ത് എന്ന് പറയുകയാണ് വേദ. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, വണ്ടി നിർത്താനോ? അതെ, തന്നോട് വണ്ടി നിർത്താനാണ് പറഞ്ഞതെന്ന് പറയുന്നു. പെട്ടെന്ന് വിക്രം റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടി ഒതുക്കിയിടുന്നുണ്ട്. വേദ അതിൽ നിന്നും ഇറങ്ങി വീണ്ടും പിറകിലേക്ക് കയറിയിരിക്കുകയാണ്. ഉടനെ തന്നെ വിക്രം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പെട്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ഡ്രൈവറോട് പറയുന്നുണ്ട്, ഏയ് ഡ്രൈവർ, തനിക്കിപ്പോൾ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് മനസ്സിലായല്ലോ, ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അധികം തിരക്കത്തില്ലാത്ത റോഡല്ലേ, ഇനി താൻ കയറിയിരുന്ന് ഡ്രൈവ് ചെയ്യ്, എനിക്കും അല്പം റെസ്റ്റൊക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വേദയുടെ അടുത്ത് തന്നെ ബാക്കിൽ കയറിയിരിക്കുകയാണ്. എന്നാൽ പിറകിൽ വേദയുടെ അടുത്തിരുന്നിട്ടും വിക്രം വേദയെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വെറുതെ വേദയുടെ തലയിൽ തൊട്ടും
കയ്യിൽ തൊട്ട് മാഡത്തിന് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും കുടിക്കണോ, കാപ്പി കുടിക്കണോ മാഡം, വെള്ളം കുടിക്കണോ മാഡം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേദയാണെങ്കിൽ തലക്ക് കൈ കൊടുത്തുകൊണ്ട് താനൊന്നും മിണ്ടാതിരിക്കോ പ്ലീസ്, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അല്ല തലയിൽ നെറ്റിയിൽ വല്ല തുണിയൊക്കെ നനച്ചിടണോ മാഡം എന്ന് ചോദിക്കുമ്പോൾ വേദ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് വിക്രമിനെ. എന്നാൽ വിക്രം വേദയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കണ്ട് ഇതെല്ലാം നമ്മുടെ ഡ്രൈവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഡ്രൈവർ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അല്ല എത്ര വലിയൊരു റൗഡി ആയിരുന്നു, എന്നിട്ട് എന്ത് പറ്റി ഈ കളക്ടർ മാഡത്തിൻ്റെ മുന്നിൽ ഒരു പൂച്ചയെ പോലെയാണല്ലോ നിൽക്കുന്നത്, അല്ല ഇത് വിക്രം തന്നെയാണോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഇതേ സമയം വിക്രമും വേദയും നാട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കമലാമ്മയും ഫാമിലിയും അവിടെ എത്തിയിരിക്കുന്നു. എന്നാൽ കമലാമ്മയും ഫാമിലിയും എത്തിയപ്പോഴൊന്നും അവിടെ ഉത്സവത്തിനെത്തിയ സമയത്ത് കുടുംബാംഗങ്ങളാരും അവർക്ക് ഒത്തിരി സ്വീകരണമൊന്നും കൊടുക്കുന്നില്ല. ഇത് കണ്ടതും നമ്മുടെ ശ്രീജ ചോദിക്കുന്നുണ്ട് വിശ്വത്തോട്, അല്ല വിശ്വേട്ടാ മുൻപൊക്കെ നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മളെ അമ്മയൊക്കെ കാണുന്ന സമയത്ത് ഇവരെല്ലാവരും നമ്മുടെ അമ്മയോട് എത്രമാത്രം ബഹുമാനത്തോടു കൂടിയും ആദരവോടു കൂടിയൊക്കെയാണ് പെരുമാറിയിരുന്നത്. പക്ഷേ അതുപോലത്തെ സ്വീകരണങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ലല്ലോ. സ്വീകരണങ്ങൾ കൊടുക്കാനായി സ്വീകരിക്കാനും വേണ്ടി എല്ലാവരും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഒന്നും തന്നെ നടക്കുന്നത് കണ്ടില്ലല്ലോ, എന്ത് പറ്റി, ഇവർ ആരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിശ്വം പറയുന്നുണ്ട്, അത് ശ്രീജെ ഇപ്പോൾ ആദ്യം അമ്മയായിരുന്നു നമ്മുടെ ഫാമിലിയിലെ വലിയൊരു വ്യക്തി, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവരെല്ലാവരും സ്വീകരിക്കാൻ നിൽക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു കളക്ടറെയാണ്, അതായത് കളക്ടർ വേദയെ. ഇനി അവളാണ് നമ്മുടെ കുടുംബത്തിലെ ആദരിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത്. അവരെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും ഇങ്ങനെ മാലയും പൂക്കളുമായിട്ട് നിൽക്കുന്നത്. നാട്ടിലേക്ക് എത്താൻ നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ദേ വിക്രം, നീ ഇവിടെ കളിക്കുന്ന ഈ കളി നാട്ടിലെത്തി കഴിഞ്ഞാൽ കളിച്ചാലുണ്ടല്ലോ, എന്നോട് മര്യാദയില്ലാതെ പെരുമാറിയാൽ ഞാൻ നിന്നെ അവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുമെന്ന് പറയാണ്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഇല്ല ഇതുപോലെയൊന്നും ഞാൻ അവിടെ പെരുമാറില്ല, എനിക്കറിഞ്ഞൂടെ, നിനക്ക് മര്യാദ തരേണ്ട സ്ഥലത്ത് അത് തരണമെന്ന് എനിക്കറിയാം, നീയൊരു കളക്ടറല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ നാട്ടിലെത്തുന്ന സമയത്ത് അവിടെ നടക്കുന്ന സ്വീകരണങ്ങളും കൊട്ടും മേളവും എല്ലാം കണ്ട് നമ്മുടെ വേദ ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇതെന്താണ് ഇവരിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ആഹാ നീയൊരു കളക്ടറല്ലേ, നീ ഒരു സാധാരണ വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും നിന്നെ ഇങ്ങനെ കൊട്ടും മേളവുമായി പൂക്കളുമായി സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് അതുകൊണ്ടാണ്, ഇതെല്ലാം നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് വേദ എന്ന് പറയുകയാണ്. വാഹനത്തിൽ നിന്നും ഇറങ്ങിയതും വിക്രമിനെയും വേദയെയും മാലയിട്ട് സ്വീകരിക്കുകയാണ്. വിക്രമിൻ്റെ ഫ്രണ്ട്സ് അവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്നൊക്കെ ചോദിച്ച് കുശലങ്ങൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ വിക്രം വേദയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. വേദ പതുക്കെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ എൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നത്, വിട് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിറകോട്ട് വലിക്കുകയാണ്. ഉടനെ തന്നെ വിക്രം പതുക്കെ വേദയോട് പറയുന്നുണ്ട്, അത് വേദ, ഇവരെല്ലാവരും നമ്മൾ വളരെ സ്നേഹത്തോടെ ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, നീ ഒന്ന് ക്ഷമിക്ക്, ഒന്ന് ഒതുങ്ങിയിരിക്കുക എന്ന് പറയുകയാണ്. എന്നാൽ വേദയ്ക്കൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം വിക്രം സുഹൃത്തുക്കളോട് സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ വേദയുടെ തോളിൽ കൈ പിടിച്ചുകൊണ്ട് തന്നോട് അടുത്ത് ചേർത്ത് പിടിക്കുകയാണ്. എന്നാൽ അതും വേദയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. വേദ മാറാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷേ വിക്രം സമ്മതിക്കുന്നില്ല. എന്നാൽ ഇത് ഒരു സുഹൃത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവർ സംസാരിക്കുന്നതിനിടയിൽ വേദ പിറകോട്ട് പോകുന്നുണ്ട്. വേദ അങ്ങോട്ടേക്ക് പോയതിന് ശേഷം ആ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റി മാഡം, എന്തിനാണ് ഞങ്ങൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ പെട്ടെന്ന് അങ്ങ് മാറിയതെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, അതുകൊണ്ടല്ല, എന്നോട് പിണങ്ങിയിരിക്കുകയാണ്. പിണങ്ങിയിരിക്കുകയാണോ, അതുകൊണ്ടാണോ, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് സഹായിക്കണം, നീയും നിൻ്റെ വൈഫും എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും, അവളെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാൻ എന്ന് പറയുമ്പോൾ, അതിനെന്താ, എൻ്റെ പ്രൊമോഷന് വേണ്ടി നീ മാഡത്തോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ വേണമെന്ന് അവൻ്റെ ഫ്രണ്ട്, വിക്രമിൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ ഫ്രണ്ട്സ് വിക്രമിനെ താമസിക്കാൻ ഒരു വീട് ശരിയാക്കിയിട്ടുണ്ട്. വിക്രമിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിറകെ തന്നെ വേദയും വരുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് താമസിക്കാനുള്ള വീടല്ലേ ഇത്, ഇവനെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വിക്രമിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്താ മാഡം ഇങ്ങനെ പറയുന്നത്, മാഡത്തിൻ്റെ ഹസ്ബൻഡ് അല്ലേ, മാഡത്തിനെയും ഹസ്ബൻഡും ഒരുമിച്ചല്ലേ താമസിക്കേണ്ടത്, നിങ്ങളെ തമ്മിൽ ഞങ്ങൾ പിരിക്കാൻ പാടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്.
പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് മാഡം, ഇവിടെ ഒരു റൂം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒരു റൂം മാത്രമേ ഉള്ളൂ എന്നോ? എനിക്ക് വർക്കുകളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഒരു റൂം മാത്രം ഓപ്പൺ ആയിട്ട് ഇരുന്നാൽ എങ്ങനെയുണ്ട് ശരിയാവും? അത് ശരിയാവില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതും വിക്രമിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, വിക്രം നീ ഒരു പ്രോമിസ് ചെയ്യ്, മേഡത്തെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഞാൻ കളക്ടർ മേഡത്തെ അതിനെ ഡിസ്റ്റർബ് ചെയ്യത്തില്ലല്ലോ. ഞാനൊരു കുഞ്ഞു കുട്ടിയെ പോലെ ഒരു സൈഡിലിരുന്ന് ഫോണിൽ വീഡിയോയും കണ്ടിരുന്നോളാം. ഞാൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഇത് സത്യമെന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുകയാണ്. എന്നാൽ ഇതൊന്നും കേട്ട് വേദ അത്ര ഇഷ്ടമല്ലാത്ത രീതിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ വിക്രം പതിയെ വേദയോട് പറയുന്നുണ്ട്, വേദേ നീ ഒന്ന് അങ്ങോട്ടേക്ക് വാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി എന്ന് വേദ പറയുമ്പോൾ, പ്ലീസ് വേദ ഒന്ന് എൻ്റെ പിറകെ വാ എന്ന് പറഞ്ഞുകൊണ്ട് വേദയും കൂട്ടിക്കൊണ്ട് അല്പം മാറി നിന്ന് സംസാരിക്കുകയാണ് വിക്രം വേദയോട് പറയുന്നുണ്ട്, വേദേ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ എല്ലാവരുടെയും മുന്നിൽ ഭാര്യയും ഭർത്താവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റൂമിൽ തന്നെയല്ലേ, ഒരു വീട്ടിലല്ലേ താമസിക്കേണ്ടത്. അതുകൊണ്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഇവിടെ നീ കളക്ടർ ആയിരിക്കാം, പക്ഷേ എൻ്റെ ഭാര്യ കൂടിയാണ്, അത് നീ ഓർക്കണമെന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, വിക്രം നിനക്ക് വേറൊരു വീടുണ്ടല്ലോ, നിൻ്റെ അമ്മയും ചേട്ടനും ചേട്ടത്തിമാരും ഒക്കെ അവിടെയല്ലേ താമസിക്കുന്നത്, നിനക്ക് അവിടെ പോയി താമസിച്ചാൽ എന്താ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ അവിടെ പോയി താമസിച്ചാൽ ഇവിടെ എല്ലാവരും അറിയില്ലേ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന്? അതാരും അറിയരുത് എന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഒരുമിച്ച് ഇവിടെ വന്നത്. അതെന്താ നീ ആലോചിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, ശരി നീ എന്തെങ്കിലുമൊക്കെ എന്ന് ചെയ്ത് തുലയ്ക്ക്, ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട് വേദ പെട്ടെന്ന് തന്നെ റൂമിനകത്തൊക്കെ ചെന്ന് നോക്കുവാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്ന്. എല്ലാം കണ്ട് വേദയ്ക്ക് തൃപ്തിയാവുന്നുണ്ട്, വേദയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് വിക്രമും റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഉടനെ തന്നെ വേദ, ഇവിടെ എന്താ നിനക്ക് കാര്യം? നീ റൂമിന് പുറത്തിറങ്ങ് എന്ന് പറയുകയാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അതെന്താ എനിക്കിവിടെ നിൽക്കാൻ പാടില്ലേ? നീ എന്തിനാ എന്നെ പുറത്താക്കുന്നത്? നമ്മൾ രണ്ടുപേരും ഈ റൂമിലല്ലേ താമസിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, നീ ഒന്ന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതിനെന്താ നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ, ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്നോളാം എന്ന് പറയുന്നു. എടാ നീ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ വേദ പിറകിൽ നിന്നും തള്ളി റൂമിന് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. പെട്ടെന്ന് ഡോറങ്ങ് വലിച്ചടക്കിയാണ്. അല്പസമയം കഴിഞ്ഞതും വിക്രം കമലാമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. കമലാമ്മ കണ്ടതും വിക്രമിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വിഷ്ണു ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ വിക്രം എന്ന് ചോദിക്കുകയാണ്. ഇല്ല ചേട്ടാ, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നു. കമലാമ്മ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം നീ എന്തിനാ വേറെ വീടെടുത്ത് താമസിക്കുന്നത്? നിനക്ക് ഞങ്ങളോടൊപ്പം ഇവിടെ താമസിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും വിഷം പെട്ടെന്ന് അങ്ങ് പറയാൻ തുടങ്ങുന്നുണ്ട്, അത് അമ്മ അവനോടൊപ്പം എന്ന് പറയുമ്പോഴേക്കും വിനയൻ ചുമയ്ക്കുന്നുണ്ട്. ഏയ് ചേട്ടാ എന്ന് വിളിക്കുകയാണ്. എല്ലാവരും വിനയനെ നോക്കുക, എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നതിന് പകരം ചേട്ടാ എന്ന് വിളിച്ചു പോയതാണെന്ന് നമ്മുടെ വിനയനും പറയുന്നുണ്ട്. വിനയനും വിഷനും നമ്മുടെ വിക്രമും കൂടി പരസ്പരം നോക്കുവാണ്. വേദ വന്ന വിവരം ആരോ അറിയരുതെന്ന് വിഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നിമിഷം മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ നന്ദിനി ഒരിക്കലും ഇതറിയരുത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദിനിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. നന്ദിനി വിനയൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. പെട്ടെന്ന് കമലാമ്മ ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം ഇവിടെ എല്ലാവരും കളക്ടർ വേദ വരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, വേദ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രമിന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട്, എനിക്കറിയില്ല അമ്മേ. ഉടനെ തന്നെ നന്ദിനി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ പറഞ്ഞത്? അവൾ വരുന്നുണ്ടോ ആ വേദ? എടാ വിക്രം, അമ്മ പറയുന്നത് ശരിയാണോ? വേദ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ചേച്ചി എന്ന് വിക്രമും പറയുന്നുണ്ട്. കേട്ടതും കമലാമ്മ പറയുന്നുണ്ട്, അപ്പോൾ അവൾ വരുന്നുണ്ടോ ഇല്ലെന്ന് പോലും നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ? ഇതെങ്ങനെ പറയും? അവൾക്ക് അഹങ്കാരമല്ലേ? അഹങ്കാരം തലക്ക് പിടിച്ച് കയറിയിരിക്കുകയാണ്. അവൾ കളക്ടറാണെന്നുള്ള അഹങ്കാരമാണ് അവൾക്കുള്ളത്. എന്തായാലും നീ കാപ്പി കുടിച്ച് കാണില്ലല്ലോ, പുറത്തു നിന്നും ഹോട്ടലിൽ നിന്നല്ലേ കുടിച്ചത്. എടി ശ്രീജെ, നീ അവനിക്ക് നല്ലൊരു ചായ ഇട്ട് കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. വിക്രമും വിശ്വവും വീടിനകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് വിക്രം വിശ്വത്തിനോടും ശ്രീജേച്ചിയോടും ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയോട് കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞ് അമ്മ വേദ വരുന്നൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ടല്ലോ, അതെങ്ങനെയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിശ്വം പറയുന്നുണ്ട്, എടാ നമ്മൾ പറഞ്ഞിട്ടൊന്നും അമ്മ അറിയേണ്ട ആവശ്യമില്ല. ഈ നാട്ടിലുള്ളവരെല്ലാവരും വേദ വരുന്ന വിവരം അറിഞ്ഞിട്ടുണ്ട്. അവർ ആരോ അമ്മയോട് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഡൗട്ട് തീർക്കാൻ വേണ്ടി നമ്മളോട് ചോദിച്ചത്.
ഇത് കേട്ടതും ശ്രീജ പറയുന്നുണ്ട്, ഞാനും ആകെ ടെൻഷനിലാണ്. അമ്മ എന്നോട് എപ്പോൾ ചോദിക്കുമെന്ന് അറിയില്ല. ഞാൻ എന്ത് പറയുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അമ്മ അവൾ വരുന്ന വിവരം അറിയുന്ന സമയത്ത്, വന്ന വിവരം അറിയുന്ന സമയത്ത് എന്ത് പറയുമെന്നുള്ള പേടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരുമാണ് അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത്. ഉത്സവത്തിന് കളക്ടർ വേദയ്ക്കായിരിക്കും എല്ലാവരും മര്യാദ കൊടുക്കുന്നത്. അവളെ ആയിരിക്കും ആദരിക്കുന്നതും. അതുകൊണ്ട് അത് കാണുന്ന സമയത്ത് അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എന്തായാലും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. അമ്മ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊള്ളാം എന്ന് പറയുന്നു. ഇത് കേട്ടതും വിക്രമും പറയുന്നുണ്ട്, എന്തായാലും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിച്ചിട്ട് വേണം നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞതും നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരെ സമാധാനിപ്പിക്കുന്ന കാര്യമാണ് വിക്രം നീ പറയുന്നത്?